ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റി 24,127 എന്ന ലെവലാണ് ഓപ്പൺ ചെയ്തത്. അത് ഏകദേശം 55 പോയിന്റിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. അതൊരു നോർമൽ ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നെങ്കിലും ആ ലെവലിൽ നിന്ന് പിന്നീട് തിരിഞ്ഞു നോക്കാതെ അതിശക്തമായ മുന്നേറ്റമാണ് നിഫ്റ്റിയിൽ ഉണ്ടായത്. 24,200 എന്നുള്ള റെസിസ്റ്റൻസ് ലെവൽ മറികടന്നുകൊണ്ട് അടുത്ത ടാർഗറ്റ് ആയിട്ടുള്ള 24,350 ഒരു കുതിപ്പാണ് നിഫ്റ്റി നടത്തിയത്. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ വരെ നിഫ്റ്റി പോയതായിട്ട് കാണാം. അപ്പോൾ ഈ നിഫ്റ്റിയുടെ ഈ ഒരു റാലിയിൽ ബാങ്കിങ് സ്റ്റോക്കുകളും IT സ്റ്റോക്കുകളുമാണ് കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഇതിന്റെ കൂടെ റിലയൻസും കൂടി ചേർന്നപ്പോൾ നിഫ്റ്റി പറന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ബെഞ്ച് മാർക്ക് നിഫ്റ്റി 50 ഇൻഡെക്സിൽ മാത്രം നടന്ന ഒരു റാലിയാണ്. ബ്രോഡ് മാർക്കറ്റിൽ ഈ ഒരു റാലി ഉണ്ടായിട്ടില്ല. കാരണം ഇന്ന് അഡ്വാൻസ് ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ 39% സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 56% സ്റ്റോക്കുകളും ഡിക്ലൈൻ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഒരു സെക്ടർ റൊട്ടേഷനാണ് നടന്നിട്ടുള്ളത്. മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, മൈക്രോ ക്യാപ്പ് സ്റ്റോക്കുകളിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് താരതമ്യേന ലോവർ വാല്യൂഷനിൽ നിൽക്കുന്ന ലാർജ് ക്യാപ്പ് IT സ്റ്റോക്കുകളിലും ലാർജ് ക്യാപ്പ് ബാങ്കിങ് സ്റ്റോക്കുകളിലേക്കുമാണ് അവർ ഫണ്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ IT സ്റ്റോക്കുകളുണ്ടായ ഒരു റിക്കവറി നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്നലെ US മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഹെവി സെൽ ഓഫ് അത് ഒരു കാരണമായിട്ടുണ്ട്. കാരണം അവിടെ ഹെവി സെൽ ഓഫ് നടന്നത് സെമി കണ്ടക്ടർ സ്റ്റോക്കുകളിലാണ്. ഇപ്പോൾ മൈക്രോൺ, ഇന്റൽ, എൻവിഡിയ, ബ്രോഡ്കോം പോലെയുള്ള പ്രധാനപ്പെട്ട ഈ സ്റ്റോക്കുകളിലൊക്കെ വമ്പിച്ച തകർച്ചയാണ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഉണ്ടായിട്ടുള്ളത്. ഇതുകൂടാതെ തായ്വാനിലെ പ്രധാനപ്പെട്ട ചിപ്പ് സ്റ്റോക്കായ TSMCയുടെ ക്വാർട്ടർലി റിസൾട്ട് വന്നിരുന്നു. അത് ഒരു റെക്കോർഡ് ഏർണിങ്സ് ആയിരുന്നു. എന്നിട്ട് പോലും ആ സ്റ്റോക്കിലും വമ്പിച്ച ഇടിവുണ്ടായി. കൂടാതെ സാൻഡിസ്ക്, അതുപോലെ വെസ്റ്റേൺ ഡിജിറ്റൽ പോലെയുള്ള സ്റ്റോക്കുകളിലും വമ്പിച്ച തകർച്ച ഉണ്ടായി. ജപ്പാന്റെ നിക്കി ഇൻഡെക്സിലും കൊറിയയുടെ കോസ്പി ഇൻഡെക്സിലും ഈ തകർച്ച തുടരുന്നതായിട്ടും കാണും. അപ്പോൾ ഈ സെമി കണ്ടക്ടർ ചിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലുള്ള ഈ വമ്പിച്ച തകർച്ച അത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളും അതുപോലെ പരമ്പരാഗത IT സോഫ്റ്റ്വെയർ സർവീസസ് സ്റ്റോക്കുകളും തമ്മിലുള്ള ഒരു യുദ്ധം പോലെയാണ് നമുക്ക് കാണാൻ കഴിയുക. കാരണം എപ്പോഴൊക്കെ ഈ സെമി കണ്ടക്ടർ ചിപ്പ് സ്റ്റോക്കുകൾ തകർന്നുവോ അപ്പോഴൊക്കെ ഈ സോഫ്റ്റ്വെയർ സർവീസസ് കമ്പനികൾ ഉയരുന്നത് കാണാം. അപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ കാണുന്നത് ആക്സെഞ്ചർ ഏകദേശം 6% മുന്നോട്ട് കയറിയതായിട്ടാണ്. ഇതേപോലെ കഴിഞ്ഞ ആഴ്ച വലിയ ക്രാഷ് നടന്ന IBM സ്റ്റോക്കിലും പോലും 3% ഒരു റിക്കവറി ഉണ്ടായി. അതേപോലെ ഈ സോഫ്റ്റ്വെയർ സർവീസ് മേഖലയിലുള്ള കോഗ്നിസന്റ് ടെക്നോളജി, EPAM സിസ്റ്റംസ് പോലെയുള്ള സ്റ്റോക്കുകളിലും 3 മുതൽ 4% ഒരു മുന്നേറ്റമാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ IT സോഫ്റ്റ്വെയർ കമ്പനികളും സെമി കണ്ടക്ടർ ചിപ്പ് സ്റ്റോക്കുകളും തമ്മിലുള്ള ഈ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് അത് ഒരു പുതിയ പാറ്റേൺ സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത് ഈ സെമി കണ്ടക്ടർ ചിപ്പ് സ്റ്റോക്കുകളുടെ വാല്യുവേഷൻ അത് വലിയ തോതിൽ ഉയർന്നിരിക്കുകയാണ്. അതൊരു ഓവർ വാല്യൂഡ് സോണിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ വ്യാപകമായിട്ട് ഈ കമ്പനികളൊക്കെ AI ചിപ്പുകൾ വാങ്ങിക്കൂട്ടുകയാണ്. അവരുടെ കാപ്പെക്സ് വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഈ ഒരു AI ഇൻഫ്രാസ്ട്രക്ചറിൽ നിന്ന് എപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള റിട്ടേൺ കിട്ടിത്തുടങ്ങുക എന്നതിനെക്കുറിച്ച് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ വലിയ തോതിലുള്ള ആശങ്കയുണ്ട്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു നെഗറ്റീവ് വാർത്ത IT സോഫ്റ്റ്വെയർ കമ്പനികളിൽ ഉണ്ടാകുമ്പോൾ അവിടെയും തകർച്ച ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന തകർച്ചയ്ക്ക് കാരണം വേറെയാണ്. അപ്പോൾ നിലവിൽ വൻകിട കമ്പനികളൊക്കെ അവരുടെ സോഫ്റ്റ്വെയർ സർവീസുകൾ റിന്യൂ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മുൻഗണന കൊടുത്തുകൊണ്ടിരുന്നത് AI ഡാറ്റാ സെന്ററുകളും ചിപ്പുകളും AI ഇൻഫ്രാസ്ട്രക്ചറും വാങ്ങിക്കൂട്ടുന്നതിനാണ്. അപ്പോൾ അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് ഹാർഡ്വെയർ വാങ്ങിക്കഴിഞ്ഞാൽ അടുത്തായിട്ട് ഈ ഒരു AI ടെക്നോളജി ബിസിനസ്സുകളിൽ പ്രയോഗിക്കാൻ സോഫ്റ്റ്വെയർ കമ്പനികളുടെ ആവശ്യം വരും. അപ്പോഴാണ് ഈ ആക്സെഞ്ചറും TCSും ഇൻഫോസിസിൻ്റെയും ഒക്കെ ഇമ്പോർട്ടൻസ് വരിക. അപ്പോൾ ഈ സെമി കണ്ടക്ടർ ചിപ്പ് സ്റ്റോക്കുകൾ ഇടിയുമ്പോൾ IT സർവീസസ് കമ്പനികൾ ഉയരുന്നത് ഈ ഒരു പാറ്റേണിൻ്റെ ഭാഗമായിട്ടാണ്. ആ ഒരു സെക്ടർ റൊട്ടേഷനാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലും IT സ്റ്റോക്കുകൾ ഉയരാൻ കാരണമായിട്ടുള്ളത്. ഇന്ന് IT സ്റ്റോക്കുകളിൽ ശക്തമായ മുന്നേറ്റം നടത്തിയ ഒരു സ്റ്റോക്കാണ് ടെക് മഹീന്ദ്ര. അതിൻ്റെ ക്വാർട്ടർലി ഏർണിങ്സ് നന്നായിട്ട് വരുമെന്ന് ഓൾറെഡി പ്രതീക്ഷിച്ചതാണ്. അതേപോലെ തന്നെ വന്നതായിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ സ്റ്റോക്കാണ് ഇന്ന് നിഫ്റ്റി 50 ഏറ്റവും അധികം മുന്നേറ്റം നടത്തിയ ഒരു സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇൻഫോസിസ്, TCS, HCL ടെക് പോലെയുള്ള സ്റ്റോക്കുകളിലും ഉണ്ടായിട്ടുണ്ട്. അതേപോലെ നിഫ്റ്റി IT ഇൻഡെക്സ് ഒരു ഘട്ടത്തിൽ 2% കൂടുതൽ റാലി നടക്കാനും അത് കാരണമായിട്ടുണ്ട്. എന്നാൽ വിപ്രോ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ള ഏർണിങ്സിലെ കുറവ് ആ സ്റ്റോക്കിൽ ഒരു ഇടിവുണ്ടാവാൻ കാരണമായിട്ടുണ്ട്. എന്നാൽ വിപ്രോയുടെ ഓർഡർ ഡീല് വലിയ തോതിൽ ഉയർന്നത് കൊണ്ട് തന്നെ വലിയൊരു തകർച്ച വിപ്രോയിൽ ഉണ്ടായിട്ടില്ല. കൂടാതെ പ്രമുഖ ഗ്ലോബൽ ബ്രോക്കറേജുകൾ പല IT സ്റ്റോക്കുകളുടെയും റേറ്റിംഗ് അനുകൂലമായിട്ട് ഉയർത്തിയത് ഈ സെക്ടറിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെയുള്ള പുട്ട് കോൾ റേഷ്യോ വെച്ച് നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു ബിയറിഷ് ട്രെൻഡ് ആയിരുന്നു മാർക്കറ്റിൽ ഉണ്ടാവേണ്ടത്. എന്നാൽ ഇന്ന് നടന്നത് ഒരു ഷോർട്ട് കവറിംഗ് ആണ്. കാരണം ഈ പുട്ട് കോൾ റേഷ്യോ ബിയറിഷ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ട്രേഡേഴ്സ് വലിയ തോതിലുള്ള ഷോർട്ട് പൊസിഷൻ എടുത്തിരുന്നു. എന്നാൽ രാവിലെ IT സ്റ്റോക്കുകളിലുണ്ടായ മുന്നേറ്റം കണ്ടപ്പോൾ അവർ പരിഭ്രാന്തരാവുകയും അല്ലെങ്കിൽ ഒരു പാനിക് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അപ്പോൾ ആ നഷ്ടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഷോർട്ട് പൊസിഷനുകൾ എടുത്തവർ പെട്ടെന്ന് തന്നെ സ്റ്റോക്കുകൾ തിരിച്ചു വാങ്ങാൻ തുടങ്ങിയതുമാണ് ഈ ഒരു ഷോർട്ട് കവറിംഗ് റാലി ഇന്ന് ഇത്ര വേഗത്തിൽ മുന്നേറാൻ കാരണമായത്.
കൂടാതെ അവിടെ ഹെവി വെയിറ്റ് സ്റ്റോക്കുകളുടെ ഒരു പിന്തുണയും ഉണ്ടായിരുന്നു. അപ്പോൾ നിഫ്റ്റിയിൽ വലിയ സ്വാധീനമുള്ള ജിയോ ഫിനാൻഷ്യൽ സർവീസസിൻ്റെ റിസൾട്ട് വന്നിരുന്നു. അവിടെ ഇയർ ഓൺ ഇയറിൽ 227% ഒരു റവന്യൂ ജമ്പാണ് ഉണ്ടായിട്ടുള്ളത്. പ്രോഫിറ്റിലും 174% ജമ്പ് ഉണ്ടായതായിട്ട് കാണാം. കൂടാതെ ജിയോയുടെ ലോൺ പോർട്ട്ഫോളിയോ 2.6 ടൈംസ് വർദ്ധിച്ചതായിട്ടും കാണാൻ കഴിയും. കൂടാതെ ഈ ജിയോ ബ്ലാക്ക് റോക്കിൻ്റെ ആ ഒരു മ്യൂച്വൽ ഫണ്ട് ബിസിനസ് വഴിയുള്ള ഇതിൻ്റെ ഒരു അസറ്റ് 18,412 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. കൂടാതെ ഇൻഷുറൻസ് മേഖലയിൽ ജർമ്മൻ കമ്പനിയായിട്ടുള്ള അലയൻസുമായി ചേർന്നുകൊണ്ടുള്ള ജിയോ അലയൻസ് ജനറൽ ഇൻഷുറൻസ് അതും ഒരു ട്രാക്കിലേക്ക് വന്നതും ഇൻവെസ്റ്റേഴ്സിനെ ഈ സ്റ്റോക്കിലേക്ക് ആകർഷിച്ചിട്ടുണ്ട്. അപ്പോൾ ജിയോ ഫിനാൻസിൻ്റെ മികച്ച റിസൾട്ട് റിലയൻസ് ഗ്രൂപ്പ് സ്റ്റോക്കുകളിൽ മൊത്തത്തിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഇന്ന് നൽകുകയുണ്ടായി. അപ്പോൾ വരാനിരിക്കുന്ന റിലയൻസിൻ്റെ ക്വാർട്ടർ റിസൾട്ടുകളിലുള്ള ഒരു ശുഭപ്രതീക്ഷയും ഇത് നൽകുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ റിലയൻസ് സ്റ്റോക്കിലും വമ്പച്ച മുന്നേറ്റം ഉണ്ടായത് മൊത്തത്തിൽ നിഫ്റ്റിയെ ഉയർത്താൻ സഹായിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഇന്ന് IT സ്റ്റോക്കുകൾക്കൊപ്പം പ്രൈവറ്റ് സെഗ്മെൻറ്റിലുള്ള ബാങ്കിങ് സ്റ്റോക്കുകളിലും വമ്പിച്ച മുന്നേറ്റം ഉണ്ടായി. ഇപ്പോൾ HDFC ബാങ്ക്, കൊടാക് ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്കിലൊക്കെ നല്ല മുന്നേറ്റം ഉണ്ടായി. ബാങ്ക് നിഫ്റ്റി മൊത്തത്തിൽ ഇന്ന് ഏറ്റവും നല്ല പെർഫോം ചെയ്ത സെക്ടറായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നാളെ ഇന്ത്യയിലെ ഏറ്റവും വലിയ 5 പ്രൈവറ്റ് ബാങ്കുകളുടെ റിസൾട്ടുകളാണ് വരുന്നത്. ഇപ്പോൾ HDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, കൊടാക് ബാങ്ക്, യെസ് ബാങ്ക് പോലെയുള്ള സ്റ്റോക്കുകളുടെ റിസൾട്ട് വരികയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള വലിയൊരു പ്രീ ഏർണിങ്സ് ബൈങ് ആണ് അവിടെ യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത്. കാരണം ഈ പ്രമുഖ ഇന്റർനാഷണൽ ബ്രോക്കറേജായ നൊമൂറ ഇവരുടെ ഒരു കോർപ്പറേറ്റ് ഏർണിങ്സിലേക്ക് വലിയ തകർച്ച സാധ്യതയില്ലെന്നും ലാർജ് ക്യാപ്പ് പ്രൈവറ്റ് ബാങ്കുകൾ മികച്ച പ്രകടനം തുടരുമെന്ന് പ്രവചിച്ചതോടെ ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കുകൾ വാങ്ങി സൂക്ഷിക്കാൻ തുടങ്ങി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുകൂടാതെ കഴിഞ്ഞ കുറച്ച് ക്വാർട്ടറുകളിലായിട്ട് ബാങ്കുകളുടെ ഈ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ ഒരു ഇടിവുണ്ടാകുമെന്ന് ഇൻവെസ്റ്റേഴ്സ് ഭയമുണ്ടായിരുന്നു. എന്നാൽ ലീഡിംഗ് റേറ്റിംഗ് ഏജൻസികളും ബ്രോക്കറേജുകളും അവരുടെ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഈ ലോൺ ഗ്രോത്ത് ശക്തമായി തുടരുന്നതിനാൽ ഈ ഒരു ക്രൈസിസ് ബാങ്കുകൾ മറികടക്കുമെന്നുള്ള സൂചനകളും തരുന്നുണ്ട്. അപ്പോൾ ഇതും ബാങ്കിങ് ഓഹരികൾക്ക് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതുകൂടാതെ ഇന്ന് വന്നിട്ടുള്ള ഫെഡറൽ ബാങ്കിൻ്റെ റിസൾട്ടും വളരെ പ്രോമിസിംഗ് ആയ ഒരു റിസൾട്ടാണ്. അത് ഈ സ്റ്റോക്കിൽ ഒരു റാലി നടക്കാൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ അവരുടെ റിസൾട്ട് നമ്മൾ കാണുന്നത് റവന്യൂവിൽ ഏകദേശം 10% വർധനവും പ്രോഫിറ്റിൽ 36% വർധനവുമാണ്. അപ്പോൾ ബാങ്കിൻ്റെ ഒരു പ്രധാന വരുമാന മാർഗമായിട്ടുള്ള ഈ ഇൻട്രസ്റ്റ് ഇൻകം അത് 26% വെച്ച് വളർന്നുകൊണ്ട് വളരെ ശക്തമായ ഒരു ജമ്പാണ് കാണിച്ചുള്ളത്. അപ്പോൾ ബാങ്ക് നൽകുന്ന ആ ഒരു വായ്പാ വളർച്ചയേക്കാൾ വേഗത്തിൽ ഈ ഇൻട്രസ്റ്റ് ഇൻകം കൂടുന്നത് ലോണുകൾക്ക് കൃത്യമായ പലിശ ഈടാക്കാൻ ബാങ്കിന് സാധിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ്. കൂടാതെ കമ്പനിയുടെ അസറ്റ് ക്വാളിറ്റിയും വർദ്ധിച്ചു. 1.62% ഉണ്ടായിരുന്ന ഗ്രോസ് NPA 1.52 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ നെറ്റ് NPA 0.18 എന്നുള്ള ചരിത്രത്തിൽ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിയതായിട്ടും കാണാം. അപ്പോൾ ബാങ്കിൻ്റെ വായ്പകൾ വളരെ സുരക്ഷിതമാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. കൂടാതെ ബാങ്കിൻ്റെ പ്രൊവിഷനുകൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 58% കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ തുകയും കൂടി ലാഭത്തിലേക്ക് വന്നപ്പോൾ മൊത്തത്തിലുള്ള നെറ്റ് പ്രോഫിറ്റ് 36% ഉയരാൻ കാരണമായി. കൂടാതെ കാസ റേഷ്യോയും വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. അതും ഈ സ്റ്റോക്കിൻ്റെ മുന്നേറ്റത്തിന് ഒരു കാരണമായിട്ടുണ്ട്. അതുപോലെ ബ്ലാക്ക് സ്റ്റോൺ പോലെയുള്ള വൻകിട ആഗോള നിക്ഷേപകരിൽ നിന്ന് ഫണ്ട് സമാഹരിച്ചതും അതുപോലെ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് പോർട്ട്ഫോളിയോ ഏറ്റെടുത്തതും ഈ ബാങ്കിൻ്റെ വരും ക്വാർട്ടറുകളിലുള്ള വളർച്ചയ്ക്ക് കൂടുതൽ കരുത്തു പകരും എന്നുള്ള ഒരു പ്രതീക്ഷയും ഇൻവെസ്റ്റേഴ്സിന് ഈ സ്റ്റോക്കിലുണ്ട്. ഇനി നമ്മൾ ഫൈനലായിട്ട് നിഫ്റ്റിയുടെ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പുട്ട് കോൾ റേഷ്യോ 1 കൂടുതലായിട്ട് ഉയർന്നതായിട്ട് കാണാം. അതുപോലെ മാക്സ് പെയിന് 24,250 ഉയർന്നതായിട്ട് കാണാം. ഇപ്പോൾ പുട്ട് സൈഡിലുള്ള ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഇപ്പോൾ കാണുന്നത് 24,200 കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 24,000 ഉണ്ടായിരുന്ന ലെവലിൽ നിന്നാണ് 200 പോയിന്റ് ഉയർന്നിട്ട് ഇപ്പോൾ 24,200 മാറിയിരിക്കുന്നത്. കൂടാതെ കോൾ സൈഡിലുള്ള ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് 24,700 മാറിയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിൻ്റെ ആ ഒരു റേഞ്ച് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയതായിട്ട് നമുക്ക് കാണാം. ഏതായാലും ഈ 24,200 മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം മാർക്കറ്റിൽ ഒരു ബുള്ളിഷ് പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.